പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കപ്പപ്പുഴുക്കും ചമ്മന്തിയും ചായയുമാണ്. അതിനായിട്ട് കപ്പ തൊലി കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ്. കപ്പ വേവിക്കാൻ ആവശ്യമായ വെള്ളം വെക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് വേവിക്കുന്ന പാത്രത്തിൽ വെള്ളം എടുക്കുന്നു. വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ കപ്പ ഇട്ട് കൊടുക്കും. അത് വെന്തിട്ടുണ്ടോ നോക്കട്ടെ. വെന്തിട്ടുണ്ട്. ഈ സമയത്ത് പാകത്തിന് ഉപ്പ് ചേർത്ത് വെള്ളം വാർത്തെടുക്കണം. ചൂടായ വെളിച്ചെണ്ണയിൽ കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കും. കറിവേപ്പില ഇട്ട് കൊടുക്കും. ഇത് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ച കപ്പ ചേർത്ത്, ഉപ്പിട്ട് വേവിച്ചതാണ്, കപ്പ ചേർത്ത് കൊടുക്കും. ഞാൻ കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കും. ഇത് ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. ഈ കടുകും മുളകും കറിവേപ്പിലയും കൂടി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിന് ഒരു ചമ്മന്തി, കാന്താരിൻ്റെ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അത് വെച്ച് ഉണ്ടാക്കട്ടെ. ചമ്മന്തിക്ക് നമ്മൾ ഈ കാന്താരി മുളകും ഉപ്പും ചെറിയുള്ളി കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലിട്ടിട്ട് നമ്മളൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ചതച്ചെടുത്തിട്ട് കാണിക്കും. ഇത് പാത്രത്തിലേക്ക് മാറ്റട്ടെ. നല്ല എരിവ് ഉണ്ടാവും. കുറച്ചൊരു വെളിച്ചെണ്ണ ആക്കി കൊടുക്കണം. എന്നാൽ പിന്നെ എരിവ് കുറച്ച് കുറഞ്ഞ് കിട്ടുമല്ലോ. വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ചാലിച്ച് കൊടുത്താൽ ഇതിൻ്റെ എരിവ് കുറച്ച് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഞാൻ കപ്പ എടുത്തിട്ട് കാണിക്കും. ഇനി കപ്പ ആയുണ്ട് നേരത്തെ ഇത് ഞാൻ ഇലയിലേക്ക് പ്ലേറ്റ് വിളമ്പാണ്. കപ്പ പുഴുങ്ങിയിട്ട് നമ്മൾ വറുത്തിട്ടതാണ്. ഇനി നമ്മൾ തയ്യാറാക്കിയ കാന്താരി ചമ്മന്തിയും ഇതിൻ്റെ കൂടെ വയ്ക്കുന്നുണ്ട്. പിന്നെ കട്ടൻ ചായ. ഇതാണ് ഇന്നത്തെ ചായക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.